എപ്പോഴാ എനിക്ക് ഇതിനകത്തൊരു കഴിവുണ്ടെന്ന് തിരിച്ചറിഞ്ഞ്? ഞാൻ സ്കൂൾ ടൈമിൽ ഡാൻസ് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനൊക്കെ മേക്കപ്പ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതെ. ആദ്യമായിട്ട് ഉണ്ണിയുടെ അടുത്ത് വന്നൊരു ബ്രൈഡ് ആരായിരിക്കും? ബ്രൈഡ് എൻ്റെ ഞാൻ ട്യൂഷന് പോയിക്കൊണ്ടിരുന്ന ചേച്ചിയാണ് സുംന എന്ന പുള്ളിക്കാരത്തിൻ്റെ പേര്. അമ്മൂന്നാണ് വിളിക്കുന്നത്. അമ്മു ചേച്ചിയാണ് ആദ്യത്തെ എൻ്റെ ബ്രൈഡ്. പുള്ളിക്കാരത്തി ഇങ്ങനെ ഭയങ്കര കോൺഫിഡൻസോടെ തന്നു, ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. ഇന്ന് ഇങ്ങനെ ആണുങ്ങൾ മേക്കപ്പ് ചെയ്യുന്നു, ബ്രൈഡിനെ ഒരുക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. 10 വർഷം മുമ്പ് ഈ മേഖലയിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്കടക്കം ടെൻഷനാ. ഇത് എന്ത് ഫീൽഡ്, എന്ത് കരിയറാണ് ഈ മകൻ തെരഞ്ഞെടുക്കുന്നത്, അങ്ങനെയൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടോ? ഒരുപാട് നേരിട്ടുണ്ട് ആ സമയത്ത്. അതെ, ഇപ്പോഴത്തെ പോലെ ആയിരുന്നില്ല. മുമ്പ് സോഷ്യൽ മീഡിയ ഇല്ല, പിന്നെ ഇതൊരു പ്രൊഫഷനായിട്ട് അങ്ങനെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണല്ലോ കുറേ കൂടി മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എപ്പോഴും ഇതൊരു സെക്കൻഡ് ഒരു ഓപ്ഷൻ പോലെയാണ് വീട്ടുകാരും കണ്ടിരുന്നത്. എന്തെങ്കിലും ഒരു ജോലിക്ക് പോകണം, ഇതൊരു ജോലിയായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടും ഉണ്ടായിരുന്നു.